ഹലോ ഡിയേഴ്സ്, ഇന്ന് ഓട്സ് കൊണ്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് വെയിറ്റ് ലോസിന് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. തിരക്കുള്ള ദിവസം രാവിലെ ഇതുപോലെ ഉണ്ടാക്കിയാൽ വളരെ എളുപ്പമാകും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 3 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്കിതൊന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇല മാത്രമായിട്ട് അരിഞ്ഞെടുക്കണം, അതിൻ്റെ തണ്ട് ഇതിലേക്ക് ചേർക്കരുത്. 1/4 കപ്പ് അളവിലാണ് ഞാൻ മല്ലിയില ചേർത്തത്. നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോൾ മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് യോഗേർട്ടാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ യോഗേർട്ട് ഒരു പാത്രത്തിലെടുത്തിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്താണ് അത് ഇതിലേക്ക് ചേർക്കാം. വേറൊരു പാത്രത്തിൽ യോഗേർട്ട് എടുത്തിട്ട് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ കട്ടയായിട്ടിരിക്കുന്ന യോഗേർട്ട് മിക്സപ്പ് ആകാൻ കുറച്ച് സമയമെടുക്കും. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും യോഗേർട്ടുമാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഓട്സും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബാറ്ററുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം. കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് ബീറ്റ് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്തത്. സ്നാക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാനോ തവയോ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഒത്തിരി എണ്ണ വേണ്ട, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാനുള്ള കുറച്ച് എണ്ണ മാത്രം മതി. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഓരോ തവി വീതം ഒഴിച്ചിട്ട് പരത്താതെ നല്ല കട്ടിയായിട്ട് ഒഴിച്ച് വെക്കുക. ഒന്ന് ഷേപ്പ് വരുത്താം, മാത്രം ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. മോസറല്ല ചീസാണ് ഞാൻ ചേർക്കുന്നത്. ആവശ്യത്തിനനുസരിച്ചുള്ള ചീസ് ചേർക്കാം. കുട്ടികൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ചീസ് വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് വെച്ച് കൊടുക്കാം. ചീസും ക്യാപ്സിക്കവും നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് നല്ലതുപോലെ ചീസിൽ കിടന്ന് ചൂടായി വരുമ്പോഴേക്കും നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റുമാണ്. ഞാനിപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കമാണ് ചേർത്തത്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് റെഡ് ക്യാപ്സിക്കവും കൂടി ചേർക്കുന്നുണ്ട്. അതെൻ്റെ കയ്യിലുണ്ടായത് കൊണ്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരം മാത്രം ചേർത്താലും മതി. ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെ കൂടെ റെഡും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഭംഗിയും കൂടിയാണ്, അതുകൊണ്ടാണ് ഞാനിത് രണ്ടും ചേർത്തത്. ഇനി മൂടി വെച്ച് 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 3 മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിടാം. ഇപ്പോൾ നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇത്രയും മുരിയേണ്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ 2 മിനിറ്റ് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചാൽ മതിയാകും. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. 3 മിനിറ്റിൽ വെച്ചാൽ ഈ ചീസൊക്കെ കരിഞ്ഞു പോകും, അതുകൊണ്ട് 2 മിനിറ്റ് വെച്ചാൽ മതിയാകും. 2 മിനിറ്റിന് ശേഷം മറിച്ചിട്ട് നോക്കാം. ഇപ്പോൾ ക്യാപ്സിക്കം ചീസിൻ്റെ കൂടെ കിടന്ന് നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ് ക്യാപ്സിക്കം. നല്ല മണമൊക്കെയാണ് കേട്ടോ വരുന്നത്. നല്ല കൊതിപ്പിക്കുന്ന മണമാണ് ഈ സ്നാക്കിന് മുരിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത്. ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 1 കപ്പ് ഓട്സ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഈ സ്നാക്ക് നമുക്ക് ഡിന്നറിനും ഉപയോഗിക്കാം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര കഴിഞ്ഞ് വരികയാണെങ്കിൽ
രാത്രി ഡിന്നറിന് പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ക്യാപ്സിക്കത്തിന് പകരം നമുക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾ വേണമെങ്കിൽ ചേർത്തുണ്ടാക്കാം. ഇത് നല്ലൊരു വെയിറ്റ് ലോസ് റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. വളരെ ഹെൽത്തിയുമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.